കേരള കർഷക തൊഴിലാളി യൂണിയൻ പൊന്നാനി മുനിസിപ്പൽ കമ്മിറ്റി പൊന്നാനിയിൽ പൊതുയോഗം സംഘടിപ്പിച്ചു. KSKTU പൊന്നാനി മുനിസിപ്പൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെയും കർഷകരെ അടിച്ചമർത്തുന്ന അനീതിക്കെതിരെയുമാണ് പാവങ്ങളുടെ പടയണി എന്ന പേരിൽ പൊതുയോഗം നടത്തിയത്. KSKTU ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ശങ്കരൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ഗവൺമെന്റ് അനാവശ്യമായി ദൂർത്തടിച്ച്, ആ ദൂർത്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, പാവപ്പെട്ടവർ കൊടുക്കുന്ന ആനുകൂല്യം, ആ ദൂർത്തടിക്കുന്ന നടപടി നിർത്തിവെച്ച് ഖജനാവിൽ പണം ഉണ്ടാക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കേണ്ടത് എന്നാണ് കേന്ദ്ര ഗവൺമെന്റ് ആവശ്യപ്പെടുന്നത്. കേരളത്തിലെ ഗവൺമെന്റ് വേണമെങ്കിൽ പറയാം, ഞങ്ങളിതാ പെൻഷൻ നിർത്തുകയാണ്, കാരണം സർക്കാരിന്റെ കയ്യിൽ പണമില്ല, കേന്ദ്രം സഹായം തരുന്നില്ല, ഞങ്ങളിതാ മറ്റാനുകൂല്യങ്ങൾ ഒന്നൊന്നായി കാരണം ഇന്ത്യ രാജ്യത്ത് എവിടെയും അത് നടപ്പാക്കുന്നില്ല, കേരളത്തിൽ പണമില്ല. വേണമെങ്കിൽ കേരളത്തിലെ ഗവൺമെന്റ് അങ്ങനെ പറയാം. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ്, സഖാവ് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന കേരളത്തിലെ ഗവൺമെന്റ് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം കേന്ദ്ര സർക്കാരിനോട് പറഞ്ഞത്, പാവപ്പെട്ടവൻ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ചുകൊണ്ട് 1 രൂപ പോലും ചെലവ് കുറയ്ക്കാൻ കേരളം തയ്യാറാവില്ല. നിങ്ങൾ പണം തന്നില്ലെങ്കിലും ഞങ്ങൾ ആ പണം കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കും. എല്ലാവർക്കും അറിയാം, 1600 രൂപ പെൻഷൻ കിട്ടുന്നതിൽ എത്ര രൂപയാണ് കേന്ദ്ര സർക്കാർ കൊടുക്കുന്നതെന്നുള്ള എല്ലാവർക്കും അറിയാം. 62 ലക്ഷം ആളുകൾക്ക് കേരളത്തിൽ സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കേണ്ട 1600 രൂപ വെച്ചിട്ട് ക്ഷേമനിധിയിലുള്ളത് വേറെ ഉണ്ട്. ഈ 62 ലക്ഷം ആളുകൾക്ക് സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കുന്നതിന്റെ ഭാഗമായി ഒരു കൊല്ലം 1100 കോടി രൂപയിലധികം കേരളത്തിലെ ഖജനാവിൽ വേണം. PT സുരേഷ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ KP ശ്യാമള അധ്യക്ഷത വഹിച്ചു. ഗോപിദാസ്, വേണു, സനൽകുമാർ എന്നിവരും പങ്കെടുത്തു. സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ്. മംഗല്യപ്പട്ടിനെന്നും സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ്, മെട്രോ പ്ലാസ, തിരൂർ റോഡ്, കോട്ടയ്ക്കൽ.